പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ഒട്ടും കുറവില്ലാതെ തുടരുന്ന ഈ സമയത്ത് ഇറാന്റെ രഹസ്യ ആണവായുധ പരീക്ഷണ കേന്ദ്രം ഇസ്രായേൽ തകർത്തതായി ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാനിലെ പാർശ്യനിൽ പ്രവർത്തിച്ചിരുന്ന ആണവ പരീക്ഷണ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം ഉണ്ടായതെന്ന് അമേരിക്കൻ ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കൻ മാധ്യമമായ ആക്സിയോസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. ഈ ആക്രമണം മൂലം വലിയ തോതിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായതെന്നും ആണവായുധ ഗവേഷണ പരിപാടികൾ പുനരാരംഭിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങൾക്ക് ഇത് കനത്ത തിരിച്ചടിയാണെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒക്ടോബർ 26-ന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഈ രഹസ്യ ഇറാനിയൻ ആണവ പരീക്ഷണ കേന്ദ്രം നശിപ്പിക്കപ്പെട്ടത്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കൾ രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ഇസ്രായേലി ഉദ്യോഗസ്ഥരാണ് അവകാശപ്പെടുന്നത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാന്റെ തെക്ക് കിഴക്ക് നിന്ന് 20 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ആണവ കേന്ദ്രമായ തലേഗാൻ സൈനിക സമുച്ചയമാണ് ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിട്ടത്. ഇറാന്റെ അമാദ് ന്യൂക്ലിയർ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഈ പ്രദേശമാണ് ഉപയോഗിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ 2003-ൽ ഇവിടെ നടന്നിരുന്ന ആണവ പദ്ധതി നിർത്തിയതായി ഇറാൻ തന്നെ അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് അത് രഹസ്യമായി തുടരുകയായിരുന്നുവെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു. കുറച്ച് നാളുകളായി പ്രവർത്തനരഹിതമായി കിടന്നിരുന്ന ഇവിടെ കഴിഞ്ഞ വർഷം മുതലാണ് ഇറാൻ തങ്ങളുടെ പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിച്ചത് എന്നാണ് അറിയുന്നത്. അതേസമയം ഇറാൻ ഒരു തരത്തിലും ആണവായുധങ്ങളുടെ നിർമ്മാണമോ ഉപയോഗമോ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നാണ് ഇസ്രയേലിൻ്റെ ഈ അവകാശവാദം നിഷേധിച്ചുകൊണ്ട് ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാക്ചി പറയുന്നത്. എന്നാൽ ഹൈ റെസല്യൂഷൻ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം ശരിവെക്കുന്നുണ്ട്. ഇറാൻ ഗവൺമെൻറ്റിൻ്റെ ആണവായുധ ഗവേഷണ പരിപാടിയുടെ ഭാഗമാണ് തലേഗാനിലെ 2 കെട്ടിടങ്ങളെന്ന് അമേരിക്കൻ ഇസ്രയേലി അധികൃതർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. തലേഗാനിൽ ഈ 2 കെട്ടിടങ്ങൾ പൂർണ്ണമായും നിലംപൊത്തിയതായി ഈ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ വ്യക്തമായി കാണുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ആണവ കേന്ദ്രത്തിന് നേർക്കുണ്ടായ ആക്രമണം ഇസ്രയേൽ ഇറാൻ സംഘർഷം കൂടുതൽ ശക്തമാക്കിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മധ്യേഷ്യയെ യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലേക്ക് ഇത് നയിച്ചേക്കുമെന്നാണ് പറയുന്നത്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാകുമോ അതോ ആണവ പദ്ധതിയുമായി ഇറാൻ വീണ്ടും മുന്നോട്ട് പോകുമോ എന്നും ഉറ്റുനോക്കപ്പെടുകയാണ്. ഇസ്രായേൽ ആക്രമണങ്ങൾക്കെതിരെ ഇറാൻ ഏത് രീതിയിലുള്ള പ്രത്യാക്രമണത്തിനായിരിക്കും തയ്യാറെടുക്കുകയെന്നും ലോകം ഉറ്റുനോക്കുന്നുണ്ട്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നതോടെ ഇറാനെതിരായ നടപടികൾ കൂടുതൽ കടുപ്പിച്ചേക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാനെതിരെ ഉപരോധം അടക്കമുള്ള നടപടികളിലേക്ക് അമേരിക്ക കടക്കാൻ സാധ്യത കാണുന്നുണ്ട്. കൂടാതെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും ഇറാന്റെ നിസ്സഹകരണത്തിനെതിരെ പ്രമേയം പാസാക്കുമെന്നാണ് അറിയുന്നത്.